നമസ്കാരം, ഞാൻ ഡോക്ടർ പത്മശ്രീ കെ.എം. ആയുർവേദ ഡോക്ടറാണ്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് യോഗ ഇൻസ്ട്രക്ടറാണ്, അതുപോലെ സുംബ ഇൻസ്ട്രക്ടറുമാണ്. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് PCOD കണ്ടീഷൻസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ യോഗാസനങ്ങളാണ്. അടുത്തതായി നമുക്ക് കിടന്നിട്ടുള്ള കുറച്ച് പോസസ് നോക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തറയിൽ കിടക്കുക. ഇനി നമ്മൾ ഇരുന്നിട്ട് നേരത്തെ ബട്ടർഫ്ലൈ പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ കാലുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. മാക്സിമം ബാക്കിലോട്ട് കയറ്റി വെച്ച ശേഷം ലെഫ്റ്റ് കൈ ഹാർട്ടിൻ്റെ ഭാഗത്ത് വയ്ക്കുക, റൈറ്റ് കൈ വയറിൻ്റെ പുറത്ത് വയ്ക്കുക. കൈകൾ രണ്ടും താഴെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക, ഡീപ്പായിട്ട് എക്സേൽ ചെയ്യുക. ഇതിൻ്റെ പേര് റിക്ലൈനിങ് ബട്ടർഫ്ലൈ എന്നാണ്. ബ്രീത്ത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത നേരെ ചെയ്യാൻ പോകുന്നത് ഹാപ്പി ബേബിയാണ്, അതായത് ആനന്ദ ബാലാസനം. അതിന് പതുക്കെ കാലുകൾ ഉയർത്തി ബിഗ് ടോ തള്ളവിരലിനെ നമ്മുടെ കൈകൾ കൊണ്ടിങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക. ഓപ്പൺ ചെയ്യുക മുകളിലോട്ട്, എൽബോസ് നീസിലോട്ട് ചേർത്ത് വയ്ക്കുക പതിയെ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ആടിക്കൊടുക്കുക. ഇങ്ങനെ ഒരു 10 മുതൽ 20 പ്രാവശ്യം വരെ ചെയ്ത ശേഷം പതിയെ റിലീസ് ചെയ്യുക. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ 2 മുട്ടും ചെസ്റ്റിലോട്ട് കൊണ്ടുവന്നിട്ട് പതുക്കെ കൈകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന പോലെ പിടിക്കാൻ നോക്കാം. കുറച്ച് ബലം കൈകളിൽ കൊടുത്തുകൊണ്ട് മാക്സിമം മുട്ടിനെ നമ്മുടെ ചെസ്റ്റിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. ഈ സമയത്ത് നമ്മുടെ ആബ്സ് നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കും. കാലുകൾ വയറിനെ പോയി അമക്കി വെച്ചിരിക്കും. അതേപോലെ പതുക്കെ റിലീസ് ചെയ്യും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹഗ്ഗിങ് ദ നീസ് ആണ്. അതിനുവേണ്ടി നമ്മൾ 2 കാലുകളും പതുക്കെ ഉയർത്തി മുകളിലോട്ട് കൊണ്ടുവരിക. മുട്ട് മടക്കി ചെസ്റ്റിലോട്ട് കൊണ്ടുവരിക. 2 കൈകളും ഇങ്ങനെ കൊണ്ടുപോയി പിടിക്കണം. നന്നായിട്ട് നമ്മുടെ മുട്ടിനെ നമ്മുടെ വയറിലോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതിനെ നമ്മൾ ഹഗ്ഗിങ് ദ നീസ് എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ട് കിടന്നുകൊണ്ട് കൈകൾ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. തിരിച്ച് കൈകൾ റിലീസ് ചെയ്ത ശേഷം കാല് പതുക്കെ ഉയർത്തി തിരിച്ച് അതേപോലെ തന്നെ ഇറക്കുക. ഇനി പതിയെ നമ്മൾ ശവാസനത്തിലോട്ടാണ് കടക്കുന്നത്. കാലുകൾ അകത്തി വയ്ക്കുക, കൈകൾ സൈഡിൽ മലർത്തി പ്ലേസ് ചെയ്യുക. കണ്ണുകൾ അടച്ച് ബ്രീത്ത് മാത്രം ശ്രദ്ധിക്കുക. പതുക്കെ ശ്വാസം ഇൻഹേൽ ചെയ്യുക, അതുപോലെ തന്നെ പതിയെ എക്സേൽ ചെയ്യുക. നമ്മുടെ ലോ ബാക്ക് താഴെ സ്പൈന് തറയിൽ തട്ടിയിട്ടുണ്ടോ എന്നുകൂടെ ശ്രദ്ധിക്കണം. ഫുള്ളി റിലാക്സ്ഡ് ആയിട്ട് കിടക്കാം. ഇങ്ങനെ തന്നെ ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ്സ് എങ്കിലും കിടക്കാൻ ശ്രദ്ധിക്കുക. ഹാർട്ട് ബീറ്റും ബ്രീത്തും നോർമലായ ശേഷം പതിയെ കാലുകൾ ചേർത്ത് കൈകൾ മുകളിലോട്ട് കൊണ്ടുപോയി ഇൻ്റർലോക്ക് ചെയ്യുക. കൈകൾ മുകളിലേക്കും കാലുകൾ താഴേക്കും സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് സ്ട്രെച്ച് സ്ട്രെച്ച്.
പതുക്കെ റിലീസ് ചെയ്യുക. ഇടത്തെ മുട്ട് മടക്കി കാല് തറയിൽ പ്ലേസ് ചെയ്ത ശേഷം പതിയെ റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യുക. കയ്യിൽ കുറച്ചു നേരം കിടക്കുക. നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുത്ത ശേഷം പതിയെ ഇടത്തെ കയ്യിൽ നന്നായി ബലം കൊടുത്ത് പതിയെ എണീറ്റ് വരിക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തത് PCOD അല്ലെങ്കിൽ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള ആസനങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്നും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 10 മുതൽ 20 മിനിറ്റ് യൂസ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ഇത് നോക്കി ഫോളോ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഒരു ട്രെയിനറിൻ്റെ അടുത്ത് പോയി പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ തീരെ പറ്റാത്തവർക്ക് ഇങ്ങനെ വീഡിയോ കണ്ട് നമുക്ക് ചെയ്ത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ ചെയ്യണം. ഇതുപോലെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പല ലേഡീസിനും ഇപ്പോൾ PCOD പ്രശ്നം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലത്തെ എക്സസൈസ് ചെയ്ത് ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നതിൽ ഉപേക്ഷ വിചാരിക്കരുത്. കറക്റ്റായിട്ട് ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ നമസ്കാരം.